ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലമാണ്. മലയാള മാസ പുതുവർഷ ഫലമാണ്. അതിൻ്റെ രാശിക്കൂർ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ധനുക്കൂറിൻ്റെ ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? മൂലം, പൂരാടം, ഉത്രാടം, കാലി. മൂലം, പൂരാടം, ഉത്രാടം, കാലി ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾക്ക് പുതുവർഷം, ഈ മലയാള പുതുവർഷം 2025 ഒക്ടോബർ 18 വരെ വേഴം 7-ലും അതിനുശേഷം 8-ലും, 2025 ഡിസംബർ 5-ന് ശേഷം വേഴം വീണ്ടും 7-ലും, 2026 ജൂൺ 1-ന് ശേഷം 8-ലും, ശനി 4-ലും, രാഹു 3-ലും, കേതു 9-ലും വരുന്നതിനാൽ ഇവർക്ക് ഈ പുതുവർഷം ഗോചരപരമായിട്ട് ഗുണദോഷ ഫലങ്ങളാണ്. അതായത് സമ്മിശ്ര ഗുണവും ദോഷവും വരുന്ന സമ്മിശ്ര ഫലമാണ് ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ച് കണ്ടകശനിയുടെ ആരംഭവും കൂടിയാണ്. ശനിയെ 4-ലാണ് നിൽക്കുന്നത്. 4 എന്ന് പറഞ്ഞാൽ കണ്ടകസ്ഥാനമാണ്. അപ്പൊ കണ്ടകസ്ഥാനത്ത് ശനി, 4 എന്ന് പറഞ്ഞാൽ കുടുംബവും കൂടിയാണ്. 4-ാം ഭാവം കുടുംബവും കൂടിയാണ്. അപ്പൊ 4-ാം ഭാവം കുടുംബം മാത്രമല്ല, കുടുംബഭാവം മാത്രമല്ല, മാതൃപരമായിട്ട് ഉള്ള ഈ ഭാവം കൂടിയാണ് ഈ 4. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ഗുണങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം. ഇവരെ സംബന്ധിച്ച് ഗ്രഹനിർമ്മാണങ്ങൾ നടത്തുന്നതിന് ഇവർക്ക് ഉചിതമായ ഒരു സമയമാണ്. ഗ്രഹനിർമ്മാണം നടത്താൻ, അതായത് പുതിയ വീട് നിർമ്മാണം തുടങ്ങാൻ, ഗ്രഹപ്രവേശനം നടത്താൻ, അല്ലെങ്കിൽ വീട് പണി ആരംഭിക്കാൻ, ഇതിനെല്ലാം പറ്റിയ ഒരു സമയമാണ്. പിന്നെ വസ്തുലാഭത്തിന് പറ്റിയ സമയമാണ്. വസ്തുലാഭം ഉണ്ടാകാനുള്ള സമയമാണ്. വസ്തു വാങ്ങാനോ അതുപോലെ തന്നെ വസ്തുവിൽ നിന്ന് ആദായം കിട്ടുവാനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങാനോ ഭൂമി സംബന്ധമായി അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യത ഈ സമയത്ത് അവർക്ക് ഉണ്ടാകുന്നതാണ്. കൂടാതെ സൽകീർത്തി കിട്ടും. ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രവർത്തികളിൽ ഇവർക്ക് സൽകീർത്തി കിട്ടും, ബഹുമാനങ്ങൾ കിട്ടും, അതേപോലെ തന്നെ ആദരവും കിട്ടുന്ന ഒരു സമയമായിരിക്കും. വിവാഹ മംഗളകർമ്മങ്ങൾ ഈ കുടുംബത്തിൽ നടക്കും. ഇവരുടെ കുടുംബത്തിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഉചിതമായ ഒരു സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം നടക്കാനും, അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചു വെച്ചവർക്ക് വിവാഹം നടക്കാനും, അല്ലെങ്കിൽ വിവാഹ കാര്യത്തിന് ആരംഭം കുറിക്കാനും ഒക്കെ ഈ സമയം വളരെ നല്ലതാണ്. കൂടാതെ ദാമ്പത്യ സുഖം കിട്ടുന്ന ഒരു സമയമാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ നല്ല ഒരു സമയമായിരിക്കും ഈ സമയം. കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സമയം ഈ സമയത്തുണ്ടാവും. ഇവരെ സംബന്ധിച്ച് പുണ്യതീർത്ഥക്ക് പോകാനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുണ്യതീർത്ഥയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സമയമാണ് ഇവരെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. പിന്നെ വാഹന ലാഭം, വാഹനം കൊണ്ടു നടക്കുന്നവർക്ക് അല്ലെങ്കിൽ വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, പുതിയ വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വാഹന സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സമയമാണ് ഇപ്പോൾ കാണുന്നത്. വിശേഷ വസ്ത്രങ്ങൾ കിട്ടാനുള്ള ഒരു അവസരം ഈ സമയത്തുണ്ടാകും. വിശേഷപരമായിട്ടുള്ള ആഡംബരമായിട്ടുള്ള വസ്ത്രങ്ങൾ കിട്ടാനായിട്ട് ഇവർക്ക് സാധിക്കും. വ്യാപാരികളെ സംബന്ധിച്ച്, കച്ചവടക്കാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വ്യാപാരികൾക്ക് ഉന്നമനം ഉണ്ടാകാനും കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നതമായ വിജയം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരെ സംബന്ധിച്ച് മത്സരങ്ങളിൽ വിജയിക്കാനും പരീക്ഷകളിൽ ഉന്നത സ്ഥാനം കിട്ടുവാനും മത്സരങ്ങളിൽ അവർക്ക് കൂടുതൽ വിജയങ്ങളിൽ എത്തിച്ചേരാനും വിജ്ഞാനപ്രദമായ കാര്യങ്ങളിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. വിദേശയാത്രാ ഗുണമുണ്ടാകും. ഇവരെ സംബന്ധിച്ച് വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശ സംബന്ധമായ യാത്രാ ഗുണങ്ങളും ഇവർക്ക് ഉണ്ടാകും. എന്നാൽ വേറെ ചില ദോഷാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് കണ്ടകശനിയും കൂടിയാണ്. അപ്പോൾ കണ്ടകശനി പരമായിട്ട് നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച്
പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് സ്ഥാനചലനങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അവരെ സ്ഥാനങ്ങൾ പോയെന്ന് വരാം, അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ മാറ്റങ്ങൾ വരാനും ഇവരെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവും. പിന്നെ മാതൃജനക്ലേശം ഉണ്ടാവും. മാതൃജനങ്ങൾക്ക്, മാതാവിനോ അല്ലെങ്കിൽ മാതൃജനങ്ങൾക്കൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആരോഗ്യഹീനത ഉണ്ടാകും. ആരോഗ്യത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായിട്ട് ബന്ധുജനവിരോധം ഉണ്ടാകും. ബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ വിരോധം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യപരമായി ചില ദോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ധനപരമായി ചില ദുർച്ചെലവുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശത്രുഭയം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് ശനി 4-ൽ വരുന്നതിനാൽ കണ്ടകശനി ദോഷം മാറുന്നതിന് വേണ്ടി ഇവർ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുകയും ശാസ്താവിന് വഴിപാട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്താൽ ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിക്ക് ശാസ്താവിനെല്ലാം എള്ള് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും നീരാഞ്ജനം, അതേപോലെ തന്നെ ശനീശ്വര പൂജ, എള്ള് നിവേദ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ശനിക്ക് പ്രീതികരമാണ്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.